നമഃശിവായ. ഭദ്രാമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ ഭദ്രകാളി സഹസ്രനാമ പഠനത്തിൻ്റെ 27 ഭാഗങ്ങളിൽ വരുന്ന ദേവിയുടെ നാനാനാമങ്ങളെയാണ് നാം ഇതുവരെ വിവരിച്ചത്. ഇന്ന് നാം വിവരിക്കാൻ പോകുന്നത് 28, 29 ഭാഗങ്ങൾ വരുന്ന ദേവിയുടെ നാനാനാമങ്ങളെയാണ്. അപർണ, നിശ്ചല, ലോല, സർവവിദ്യാ തപസ്വിനി. ആരോടും കർമ്മബന്ധം ഇല്ലാത്തതിനാൽ തന്നെ ഋണമില്ലാത്ത സംശുദ്ധയായി അപർണയായി ദേവി അറിയപ്പെടുന്നു. ഏകമായതിനാൽ നിശ്ചലമായ ശുദ്ധ പ്രധാന രൂപമായ ദേവി ചൈതന്യവത്താകുമ്പോഴാണ് ഈ പ്രകൃതി കാര്യം നടക്കുന്നത്. ദേവിയിൽ ചാഞ്ചല്യമുണ്ടാവുന്നത് എപ്പോഴാണോ തൃഷ്ണയോടുകൂടി പ്രപഞ്ചകാര്യത്തിൽ ഏർപ്പെടുന്നതിനാൽ ലോല എന്നും അറിയപ്പെടുന്നു. സർവവിദ്യകളുടെയും ആധാരരൂപിണിയായി തപസ്വിനിയായിരിക്കുന്നു. എവിടെയാണോ ഈശ്വര സാക്ഷാത്കാരത്തിനായുള്ള പ്രയത്നം നടക്കുന്നത് ആ തപസ്സിൻ്റെ രൂപത്തിലിരിക്കുന്നതും പരമേശ്വരിയാകുന്നു. ഗംഗ, കാശി. ഗോമുഖിൽ നിന്നും ഉത്ഭവിച്ച് ഗംഗോത്രിധാമിൽ ബാല്യത്തെ കടന്നു ദേവപ്രയാഗിൽ കൗമാരത്തിലെത്തിയ ഭാഗീരഥി ഹരിദ്വാറിലേക്ക് എത്തുമ്പോഴേക്കും യൗവനയുക്തയായി മാറിയ ഗംഗാനദിയായി തീരുന്നു. ശിവത്വം പൂർണ്ണമാക്കുന്ന അഹത്തിൻ്റെ പൊരുൾ പ്രത്യക്ഷമായി ഭൂമിയിൽ അവതരിച്ചത് അമൃതഗംഗയായാണ്. ശിവജടയിൽ നിന്നൊഴുകുന്ന ഗംഗയെന്നത് പരാമൃത വർഷത്തിൻ്റെ സുതാരസമാകുന്നു. യോഗീന്ദ്രന്മാർക്ക് മാത്രം അറിയാവുന്ന പരാരഹസ്യത്തെ ധരിക്കുന്നവളാണ് ലോകപാവനിയായ ഗംഗ. ആത്മജ്ഞാനം പ്രകാശിക്കുന്നത് എവിടെയാണോ അത് കാശി. കാശി എന്ന വാരണാസി നിലനിൽക്കുന്നത് ആ പ്രകാശത്തിലാണ്. ജനന മരണങ്ങൾക്കപ്പുറം ജീവന്റെ നിയതിക്ക് ആത്മാന്വേഷണത്തിന്റെ പൂർണ്ണത നൽകുന്ന ഈ നഗരത്തിന്റെ മാതാവായിരിക്കുന്നവൾ മാ കാശി. ഈ നഗരത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും അവളിൽ സമർപ്പിതമാണ്. ഈ നഗരത്തിൻ്റെ ഓരോ മണൽത്തരിയും അവളുടെ ദേഹമാണ്. പരിപാവനമായ മോക്ഷനഗരി മാ കാശി എന്ന് വിളിക്കുന്ന ഭവതാരിണിയുടേതാണ്. ശ്വാനവാഹിനിയായാണ് മഹാകാളി ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത്. യൗവനയുക്തയായ ഗംഗ കാശിയിലേക്ക് എത്തുമ്പോഴേക്കും അവളുടെ അസാമാന്യമായ ഒഴുക്കിൻ്റെ വേഗത കുറഞ്ഞ് പരമശാന്തയാകുന്നു. ഇവിടെ വിശ്വനാഥ നഗരം നിലനിൽക്കുന്നത് തന്നെ ആ മാ ഭവാനിയിലാണ്. ശചി, സീത, സതി, സത്യപരായണ. ഇന്ദ്രപത്നിയായിരിക്കുന്ന ശചീദേവിയും ശ്രീരാമപത്നിയായിരിക്കുന്ന സീതാദേവിയും പാർവതിയുടെ പൂർവജന്മമായ സതീദേവിയും നിത്യസത്യമായി ഗമിക്കുന്നവളായ ദേവി വിഭിന്ന ഭാവങ്ങളിൽ അവതരിച്ചിരിക്കുന്ന മഹാകാളിയാകുന്നു. നീതി, സുനിധി, സുരുചിര, തുഷ്ടി, പുഷ്ടി, ധൃതി, ക്ഷമ. നീതിയുടെ രൂപത്തിൽ ഇരിക്കുന്ന ഭഗവതി തന്നെ സുധാർമികമായ നയങ്ങളെ കൊണ്ട് നീതി നടപ്പിലാക്കുന്നവളാകയാൽ സുനീതി എന്നും വിളിക്കപ്പെടുന്നു. സ്വാധ് അല്ലെങ്കിൽ ആസക്തിയുടേതായ രൂപത്തിൽ ഇരിക്കുന്ന സുരുചിര എല്ലാവിധ തൃപ്തിയെയും നൽകുന്ന തുഷ്ടിയായും അതിൽ നിന്നുമുണ്ടാകുന്ന പുഷ്ടിയായും ഇരിക്കുന്ന ആ ദേവി തന്നെയാണ് എല്ലാവരിലും ധൈര്യമായും ക്ഷമയായും ഇരിക്കുന്നത്. വാണി, ബുദ്ധി, മഹാലക്ഷ്മി, ലക്ഷ്മി, നീലസരസ്വതി. വാക്കുകളാകുമ്പോൾ ദേവി വാണിയായും ബുദ്ധിയായും എല്ലാ ഐശ്വര്യങ്ങളും നിറഞ്ഞ മഹാലക്ഷ്മിയായും എന്താണോ ഐശ്വര്യത്തെ തരുന്നതായിട്ടുള്ളത് യാതൊന്നാണോ ഐശ്വര്യമായിട്ടുള്ളത് ലക്ഷ്മിയായും ദേവി വർദ്ധിക്കുന്നു. ദശമഹാവിദ്യകളിൽ കമലാദേവിയുടെ ഗുണമായി തദംശസ്വരൂപമായി ദേവിയെ ആരാധിക്കുന്നു. അടുത്തതായി താരാദേവിയുടെയും മാതംഗി ദേവിയുടെയും അംശങ്ങൾ ചേർന്നതായ നീല സരസ്വതിയെ പറയുന്നു. സരസ്വതി ദേവിയുടെ നിരവധി രൂപഭാവങ്ങൾ തന്ത്രത്തിൽ ആചരിക്കുന്നുണ്ട്.
ബ്രാഹ്മിവിദ്യ എന്നു വിളിക്കുന്ന ബ്രഹ്മശക്തിയാകുന്ന സരസ്വതിയുൾപ്പെടെ മഹാവിദ്യാരാജ്ഞി എന്നറിയപ്പെടുന്ന നീലപതാകയെ ആരാധിക്കുന്നുണ്ട്. വാഗ്വില്ലാസ്വരൂപിണിയായ വളരെ മനോഹരമായ ശാന്തരൂപത്തിലുള്ള ഒരു സരസ്വതീ ഭാവത്തെയാണ് പൊതുവിൽ കണ്ടുപരിചയമെങ്കിലും ഇവിടെ ചിൽ സ്വരൂപത്തിൻ്റെ ലൗകികവും ആത്മീയവുമായ അറിവിൻ്റെ ദേവതയായി കുറച്ചുകൂടി ഉയർന്ന ഭാവത്തിൽ ദേവിയെ ആരാധിക്കുന്നു. ബൃഹത് നീല തന്ത്രം, ചീനാചാരം തുടങ്ങിയ ഗ്രന്ഥങ്ങളെ അപഗ്രഥിച്ചു സാധകന്റെ നാവിലെ ശ്മശാനത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്ന കാളീരൂപത്തിൽ എന്ന പോലെ തലയോട്ടിമാലകളെ അണിഞ്ഞ് നിരവധി സർപ്പങ്ങളെ ആഭരണങ്ങളായി ധരിച്ചുകൊണ്ടുള്ള രൂപത്തെയാണ് ഇവിടെ ധ്യാനിക്കുന്നത്. മറ്റു താരോപാസനകളിലെ ക്രമത്തിന് വിപരീതമായി കൊണ്ടുള്ള ആചരണങ്ങൾ നീല നൽകുന്നതിനാലും നീലത്താരയുടെ ലോകം കുറച്ചുകൂടി വിസ്തൃതമാകുന്നു. എല്ലാ മന്ത്രതന്ത്ര യജ്ഞങ്ങൾക്കും ഗുരുപദേശം നിർദ്ദിഷ്ടം എന്നിരിക്കെ സഭാമധ്യത്തിലോ സ്വകാര്യമായോ തത്കാര്യങ്ങൾ പറയാൻ പാടില്ല എന്നും മഹാചീനം പറയുന്നു. നീലാദേവി അനുഗ്രഹിക്കട്ടെ. അന്തികേശ്വര പ്രണാമം. ഭഗവാൻ ശൂലപാണി. നമഃ പാർവതീപദേ. ഹര ഹര മഹാദേവ.